പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ചോർത്തിയെന്ന് ആരോപിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് വ്യവസായിയുടെ പരാതി. പാർട്ടിക്ക് നൽകിയ രഹസ്യ കത്ത് എങ്ങനെ ഡൽഹി ഹൈക്കോടതിയിലെ മാനനഷ്ട കേസിൽ തെളിവായി എന്നാണ് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് ജനറൽ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലെ ചോദ്യം. ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണ നൽകിയ മാനനഷ്ട കേസിലാണ് വിവാദ കത്തുള്ളത്. ഇത് ചോർത്തി നൽകിയത് MV ഗോവിന്ദന്റെ മകനാണെന്നും ആരോപണം. സേഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സേഫ്, വീണ്ടും ഒരു കത്ത് വിവാദം CPM-നുള്ളിൽ വരികയാണ്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? ഇതിനൊരു പഴയ ചരിത്രം കൂടിയുണ്ട് അജി. അതിൽ മധുര പാർട്ടി കോൺഗ്രസ് ആണ് അതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം. കാരണം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ CPM-ന്റെ പാർട്ടി സമ്മേളനങ്ങൾ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ സംസ്ഥാന സമ്മേളനമായാലും പാർട്ടി കോൺഗ്രസ് ആയാലും എല്ലാം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാം സമ്മേളനത്തിൽ ഭാഗമാകാറുണ്ട്. അത് സംസ്ഥാന സമ്മേളനമായാലും പാർട്ടി കോൺഗ്രസ് ആയാലും. അങ്ങനെ UK നിന്നുള്ളൊരു പ്രതിനിധി ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു. UK പാർട്ടിയുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന പത്തനംതിട്ട സ്വദേശിയായ രാജേഷ് കൃഷ്ണ എന്നയാൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു. സമ്മേളനത്തിന് തൊട്ട് മുമ്പ്, അത് തലേ ദിവസം പ്രസീഡിയം അടക്കം തീരുമാനിക്കാൻ വേണ്ടി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗം സാധാരണഗതിയിൽ ചേരാറുണ്ട്. അങ്ങനെ യോഗം ചേർന്ന സമയത്ത് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾക്കെതിരെ പരാതിയുണ്ട് എന്ന് അശോക് ധവള, PB അംഗം അശോക് ധവള ആ യോഗത്തിന് മുന്നിലേക്ക് വെക്കുകയും MA ബേബി അടക്കമുള്ളവർ അതിന് അദ്ദേഹത്തെ ഇനി പങ്കെടുപ്പിക്കേണ്ടതില്ല, ഇങ്ങനെയുള്ള വിമർശനങ്ങളുള്ള ആളെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന കാര്യം പങ്കുവെക്കുകയും ചെയ്തു. ആ പരാതി കൊടുത്തത് മലയാളത്തിലെ ഒരു സംവിധായിക, ഒരു സിനിമ സംവിധാനം ചെയ്ത പ്രമുഖ നടനെ വെച്ച് സിനിമ സംവിധാനം ചെയ്ത ഒരാളുടെ ഭർത്താവാണ് ആ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് രാജേഷ് കൃഷ്ണ എന്നയാളെ പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് പാർട്ടി ഒഴിവാക്കി. ഈ പരാതി ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെതിരെ പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി, ഈ പറയുന്നയാൾ ഷർഷാദ് എന്ന് പറയുന്നയാൾ, ചെന്നൈ ഉള്ള വ്യവസായിയായ ആൾ നൽകിയ പരാതി കൂടി ഇതിൻ്റെ ഭാഗമാക്കി കൊടുക്കുകയാണ്. അതിനകത്ത് പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. അത് ഏതാണ്ട് 22 പേജുള്ള ഒരു പരാതിയാണ്. ആ പരാതിയിൽ വിവിധ തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. ആ പരാതി ഇദ്ദേഹം തന്നെ, ഈ രാജേഷ് കൃഷ്ണ തന്നെ ഡൽഹി ഹൈക്കോടതിയുടെ നൽകിയ മാനനഷ്ട കേസിൻ്റെ ഭാഗമായിട്ട് നൽകുകയാണ്. അങ്ങനെയാണ് ആ പരാതി പുറത്തു വരുന്നത്. അതിന് പിന്നാലെ ഷർഷാദ് ഒരു പരാതി MA ബേബിക്ക്, ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ഈ മാസം 12-ാം തീയതി നൽകുന്നുണ്ട്. താൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് രഹസ്യമായി നൽകിയ പരാതി അത് രാജേഷ് കൃഷ്ണ എന്നയാൾ പുറത്തു വിട്ടിരിക്കുകയാണ്. അത് പാർട്ടി പരിശോധിക്കണം, അതിന് പിന്നിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മകനാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളതൊക്കെ വിശദാംശങ്ങളൊക്കെ പുറത്ത് വരേണ്ടതാണ്. സാധാരണഗതിയിൽ പാർട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന കത്തുകളെല്ലാം അതിനകത്ത് രഹസ്യ സ്വഭാവമുള്ളതാണ്. ആ രഹസ്യ സ്വഭാവത്തിൽ നിന്ന് പരസ്യമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പാർട്ടി നേതൃതലത്തിൽ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ 2 കത്തുകളും പുറത്തായി എന്നുള്ളതാണ് വസ്തുത. ഒന്ന്, പോളിറ്റ് ബ്യൂറോയ്ക്ക് മധുര പാർട്ടി കോൺഗ്രസിന് മുൻപ് ഷർഷാദ് എന്ന പേരുള്ളയാൾ നൽകിയ പരാതി, രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി നൽകിയത്. അതുപോലെ തന്നെ രാജേഷ് കൃഷ്ണ പിന്നീട് ജനറൽ സെക്രട്ടറിയായി MA ബേബിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതി, ഈ 2 കത്തുകളും പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒപ്പം തന്നെ സീഫ്, ഇതിനകത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഈ വ്യവസായി ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ കാര്യം എത്രത്തോളം ഗൗരവത്തിലായിരിക്കും ഇതിനെ നോക്കി കാണുന്നത്? പാർട്ടി അതിനെ അതീവ ഗൗരവ സ്വഭാവത്തിൽ കാണുന്നുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം പരിഗണിക്കുന്നത് വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള കത്തുകളും മറ്റുമാണ്. അത് വിവിധ തരത്തിലുള്ള ശുപാർശകൾ, വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ, ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായങ്ങൾ, ജില്ലാ നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കത്തുകൾ പാർട്ടി നേതൃത്വത്തിന് വരാറുണ്ട്. PBക്ക് വരാറുണ്ട്, കേന്ദ്ര കമ്മിറ്റിക്ക് വരാറുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് വരാറുണ്ട്. ഇതിനെല്ലാം ഈ കത്തുകളൊന്നും അങ്ങനെ പുറത്തു വരാറില്ല. ഇതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഇടപെടലുകളാണ്. പാർട്ടിക്ക് വിവിധ തരത്തിലുള്ള പരാതികൾ പല ആൾക്കാരുമായി ബന്ധപ്പെട്ട്
ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലതരത്തിൽ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന ആൾക്കെതിരെ, ഇന്ന പാർട്ടി നേതാവിനെതിരെ ഇന്നയാൾ പരാതി നൽകിയെന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കത്തുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ കത്ത് പുറത്തു വരുമ്പോൾ, അതും PBക്ക് നൽകിയൊരു കത്ത് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു അമ്പരപ്പ് അത് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാർക്കുമുണ്ട്. അത് പാർട്ടിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നേതാക്കന്മാർ അത് ഉൾക്കൊള്ളുമോ, അത് നിഷേധിക്കുമോ എന്നൊക്കെ വരും സമയങ്ങളിൽ നമുക്ക് നോക്കിക്കാണേണ്ട കാര്യമാണ്. എന്തായാലും അതിനകത്തൊരു ഗൗരവ സ്വഭാവമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല.